ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓരോ കുഞ്ഞുങ്ങളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ അവരുടെ ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും എല്ലാം നമുക്ക് അവരോട് പറയാനുള്ള സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ദൈവത്തിൻ്റെ പ്രവൃത്തികളായിരിക്കണം, ദൈവം ചെയ്യുന്ന വഴികളായിരിക്കണം. അവർക്കത് അനുഭവമായി തീരണം. നമ്മൾ അവരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യല്ല, സത്യമായ അവസ്ഥകൾ അവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കാതെ അവരൊരിക്കലും ശരിയായ പാതയിലേക്ക് വരാനായിട്ട് അവർക്ക് കഴിയുകയില്ല. മൂല്യങ്ങൾ കൊടുക്കുന്നത് അങ്ങനെയാണ്. നമുക്കാണെങ്കിലും മൂല്യങ്ങൾ വരുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ എല്ലാ ഞായറാഴ്ചയും എന്തിനാ കൂടുന്നതെന്ന് ചോദിക്കാറുണ്ടല്ലേ? നമ്മൾ തുടർമാനമായി നമ്മൾ കൂട്ടായ്മ ആചരിച്ചില്ലെങ്കിൽ, വചനം പഠിക്കാനും വായിക്കാനും കേൾക്കാനും ഒക്കെ നമ്മൾ ഉത്സാഹിച്ചില്ലെങ്കിൽ നമ്മളും തണുത്തു പോകും, നമ്മളും വളരെ കോൾഡായിത്തീരും. അതുകൊണ്ട് ആണ് സഭാരാധനകൾ പോലും മുടക്കരുതെന്ന് ദൈവവചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ഒരാളോട് ചേർന്നാണെങ്കിലും കൂട്ടായ്മ ആചരിക്കാനുള്ള അവസരങ്ങളൊന്നും മുടക്കരുത്. അതിനുവേണ്ടി പുതിയ വഴികൾ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുമുണ്ട്. ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഒരു തിരുവെഴുത്തിനെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ അപേക്ഷിക്കുന്നു. തിരുവെഴുത്തുകളിലെ ഒരു സത്യം നമ്മിലേക്ക് വരുമ്പം നമ്മളത് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ ഹൃദയത്തിനും മനസ്സിനും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യമാണോ എന്ന് പരിശോധിക്കാൻ ദീർഘകാലമായി വചനം കേട്ട് പരിചയമുള്ള നിങ്ങൾ പരിശോധിച്ചുകൊണ്ട് വേണം അത് സ്വീകരിക്കാൻ. എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മൾ കേൾക്കുന്ന സത്യത്തിന് സാക്ഷ്യം പറയണം. ഇത് സത്യമായ വസ്തുതയാണ്, അത് നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന കാര്യം. ഇന്ന് രാവിലെ വചനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ, ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ അവസ്ഥയുടെ നടുവിൽ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കോള് വന്നു. ആ കോള് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. വളരെ വർഷങ്ങൾക്ക് മുൻപ്, എന്ന് വെച്ചാൽ ഒരു 30 കൊല്ലങ്ങൾക്ക് മുമ്പ്, അപ്രോക്സിമേറ്റ്ലി 30 കൊല്ലം മുമ്പ്, യു ക്യാൻ ഇമാജിൻ ഹൗ യങ് ഐ വാസ്. എന്നോടൊപ്പം കുറച്ചു കാലം OML പ്രവർത്തിച്ച് ഇന്ന് വയനാട്ടിൽ താമസിച്ച് വീടിനോട് ചേർന്ന് സുവിശേഷ വേല ചെയ്യുന്ന ഒരു യുവാവായ വ്യക്തിയിൽ നിന്നായിരുന്നു അദ്ദേഹം. ഇന്ന് യുവാവല്ല, ഇന്ന് എന്നെക്കാട്ടിൽ അല്പം കൂടെ പ്രായമുണ്ടെങ്കിലേ ഉള്ളൂ. ആ ഒരു 10-55 വയസ്സുള്ള ഒരു വ്യക്തിയിൽ നിന്ന് എനിക്കൊരു കോള് ലഭിച്ചു. ആ കോൾ എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. അദ്ദേഹം നല്ലൊരു ബിലീവറാണ്, വളരെ ദൃഢതയോടെ സുവിശേഷ പ്രവർത്തനത്തിൽ ദീർഘകാലമായി ഇടപെട്ട് വരുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും തീരാ രോഗികളാണ്. അതെന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. അദ്ദേഹം അടുത്ത കാലങ്ങളിലൊന്നും അങ്ങനെ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ച്, ഇളയ മകൾക്ക് 11 വയസ്സുണ്ട്, ഫിറ്റ്സ് ബാധിക്കുന്നു, വൊമിറ്റ് ചെയ്യുന്നു എന്നുള്ള അത് ജനനം മുതലുള്ള ഒരു പ്രോബ്ലമാണ്. ചില സമയത്ത് അത് അഗ്രവേറ്റ് ചെയ്യും, ഇടയ്ക്ക് ഫിറ്റ്സ് വരും, ഛർദ്ദിക്കും. വല്ലാത്ത പ്രതിസന്ധിയിൽ ഇപ്പോൾ ഒരു ആശുപത്രിയിലായിരിക്കുന്നു എന്ന ഒരു കോളാണ് എനിക്ക് ലഭിച്ചത്. എന്നെ അത് വല്ലാതെ അസ്വസ്ഥനാക്കി. ജീവിതകാലം മുഴുവനും ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുമോ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് എനിക്ക് മനസ്സിലായി. തൻ്റെ മൂത്ത മകന് 16 വയസ്സ് പ്രായമുണ്ട്. ആ മകൻ ക്രോണിക് ആയിട്ടുള്ള ഒരു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനും ചികിത്സയിലാണ്. അതും ഒരു പെർമനന്റ് കണ്ടീഷനാണ്. പെട്ടെന്നൊന്നും ഉത്തരങ്ങളില്ല. മെഡിക്കൽ സയൻസ് എത്ര പുരോഗമിച്ചാലും ചില കാര്യങ്ങൾക്ക് എത്ര മരുന്നുണ്ടെന്ന് പറഞ്ഞാലും അത് ലൈഫ് ലോങ് ആണ്. ലൈഫ് ലോങ് അതിന് മരുന്ന് കഴിച്ചാലേ പറ്റൂ.
ഈ നിസ്സഹായ അവസ്ഥയിൽ എനിക്ക് ഈ കോള് വന്നപ്പം ഞാൻ ഒരുക്കിക്കൊണ്ടിരുന്ന വേർഡിനെയൊക്കെ അതൊന്ന് എൻ്റെ ചിന്തയെ അങ്ങ് ഷാറ്റർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് പ്രൊആക്റ്റീവായിട്ട് അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചപ്പം, അതല്ല ഇന്നത്തെ സന്ദേശമെങ്കിലും ഞാൻ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് പറയുക. അദ്ദേഹത്തിൻ്റെ പേര് ബെന്നി എന്നാണ്. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു നിങ്ങളോട്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് അല്പം ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ആവശ്യമാണ്. അത് ആവശ്യമായ നിലയിൽ ആ ഒരു സപ്പോർട്ട് ക്രമീകരിച്ച് ഇടയ്ക്കെങ്കിലും തന്നെ പിന്താങ്ങാൻ ദൈവമേ സഹായിക്കണമേ എന്ന ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് ആ ഭാഗം അത് പറയാനുണ്ടായ കാരണം, ചില സമയത്ത് വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. വിശ്വാസ വീരന്മാരുടെ ഗണത്തിൽ അന്ത്യത്തിൽ ഇതുപോലുള്ള ചില വ്യക്തികളും കൂടെ ഉണ്ടാകും എന്ന് ഞാൻ പറയട്ടെ. വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തിയ കാര്യം, സിംഹത്തിന്റെ വായടച്ച കാര്യം നമ്മൾ പറയാറുണ്ട്. വാളിന്റെ വായ്ത്തലയ്ക്ക് തെന്നിപ്പോയ, ഒഴിഞ്ഞുപോയ അവസ്ഥകളെ കുറിച്ച് പറയാറുണ്ട്. മലകളെ നീക്കിയ സാഹചര്യം, പർവ്വത സമാനമായ പ്രശ്നങ്ങളെ അതിജീവിച്ച ആളുകളുണ്ട്. പക്ഷെ വിശ്വാസത്താൽ കാലങ്ങളോളം ക്യാൻസർ പോലുള്ള രോഗത്തെ ബാറ്റിൽ ചെയ്ത് വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നവരും ഈക്വലായിട്ട് വിശ്വാസ വീരന്മാരാണ് എന്ന സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവർ സഹിഷ്ണുതയോടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നെങ്കിൽ തീയുടെ ബലം കെടുത്തിയ ഒരു വിശ്വാസ വീരനെ പോലെ ഇവരും ഒരു വിശ്വാസ വീരനാണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മളങ്ങ് വിട്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കാലങ്ങളായി ബാറ്റിൽ ചെയ്യുന്നവരും വിശ്വാസ വീരന്മാരാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ചലഞ്ചസിലൂടെ, എന്നാൽ ഇതിനൊക്കെ ഒരു മാറ്റം ദൈവം കൊണ്ടുവരണം. ചില സമയത്ത് മാറ്റം വളരെ പെട്ടെന്ന് സംഭവിക്കും. പക്ഷെ ആ മാറ്റത്തിന്റെ മുഹൂർത്തം വരാൻ ചിലപ്പോൾ ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഞാൻ പറയട്ടെ, മാറ്റങ്ങൾ വളരെ വേഗമാണ് നടക്കുന്നത്. പക്ഷെ ആ മാറ്റത്തിന്റെ മുഹൂർത്തം, ദൈവത്തിന്റെ ആ ടൈം വരാൻ ഒരുപാട് നാളുകൾ നമ്മൾ ക്ഷമയോടെ, വിശ്വാസത്തോടെ, സഹിഷ്ണുതയോടെ കാത്തിരിക്കണം. വിശ്വാസത്താൽ മാത്രമല്ല നമ്മുടെ പ്രാണനെ നേടുന്നത്, ക്ഷമ കൊണ്ടുകൂടെയാണ് നമ്മൾ നേടുന്നത് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ആരും അറിയാത്ത വിശ്വാസ വീരന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ നമ്മൾ പരതണം, അവരെ നമ്മൾ അന്വേഷിക്കണം. ദൈവത്തിന് നന്ദി. ആ ഭാഗം മാറി ഞാൻ മറ്റൊരു ചിന്തയിലേക്കാണ്. അതുമായിട്ട് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ബന്ധമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളൊക്കെ മനസ്സുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ പരതി ചോദിച്ചു കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. എനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, എല്ലാം മാറ്റത്തിന് വിധേയമാണ്. മാറ്റത്തിന് വിധേയമല്ലാത്തതൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ ഗതി പോലും ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ്, അല്ലേ? നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമാണെങ്കിലും ഡോക്ടേഴ്സിന് പറയാൻ പറ്റും, ഈച്ച് ഡേ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ക്ഷയിക്കുകയാണോ ശാരീരികമായിട്ട്? യെസ്, വി ആർ ഡൈയിങ്. പക്ഷേ ജീവന്റെ ഒരു പ്രമാണം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. സെല്ലുകൾ ഡൈ ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും ജനിക്കുന്നുമുണ്ട്. പക്ഷെ പ്രായമാകുമ്പം കൂടുതൽ മരണവും കുറച്ച് ജനനമാണ് നടക്കുന്നതെന്ന് മാത്രം. ഞാൻ സെല്ലുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഈച്ച് മൊമെന്റ് ഒരുപാട് സെല്ലുകൾ നമ്മൾ നശിക്കുന്നുണ്ട്, പുതിയത് രൂപപ്പെടുന്നുണ്ട്. പക്ഷെ പ്രായമാകും തോറും ഈ സെല്ലുകളുടെ ജനനം കുറയും, മരണം കൂടും. സോ ഈച്ച് ഡേ ഒരർത്ഥത്തിൽ നമ്മൾ ഡൈയിങ് ആണ്. എല്ലാം നമ്മുടെ ചുറ്റുമുള്ള എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാറാത്തതായി എന്തെങ്കിലും ഉണ്ടോ എന്ന ഒരു കരച്ചിൽ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഉണ്ട്, നമ്മുടെയൊക്കെ അകത്തുണ്ട്. എല്ലാം മാറുന്നു,
എന്തിലെങ്കിലും എൻ്റെ ആശ്രയം വെക്കാൻ, പിടിക്കാൻ, പിടിച്ചു നിൽക്കാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരുതുന്നവരാണോ നമ്മൾ? അങ്ങനെ ഒരു വിലാപവും പ്രാർത്ഥനയും നിങ്ങളുടെ ഉള്ളിലുള്ളവരാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന ചില ആത്മീയ സത്യങ്ങൾ അത് നമ്മൾ മുറുകെ പിടിക്കാനായിട്ട് നിങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷെ ഇന്ന് ലോകത്ത് മാറ്റത്തിന് വിധേയമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരുന്നത്, നമുക്കെല്ലാം അസന്നിഗ്ധമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം ഫിസിക്കൽ വേൾഡിലെ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അത് വളരെ വളരെ എക്സ്പ്ലിസിറ്റ് ആണ് അല്ലേ? ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലൈമറ്റ് ചേഞ്ച്, താപനിലയിലെ മാറ്റം, ആരോഗ്യ മേഖലയിലെ മാറ്റം, ആഹാര രീതിയിലെ മാറ്റം, നമുക്ക് ലഭിക്കുന്ന ആഹാരങ്ങൾ പോലും ഇന്ന് ലഭിക്കുന്ന പലതും കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഇന്നിപ്പം കാച്ചിലും ചേനയും കപ്പയും ഇടയൊക്കെ കാലം കഴിഞ്ഞ് ഇപ്പം പുതിയ പുതിയ ഫുഡുകളാണ് മനുഷ്യനെന്ത് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തുടങ്ങി രാഷ്ട്രീയം മുതൽ സംസ്കാരം മുതൽ എല്ലാറ്റിലും ഉപരി ടെക്നോളജി മാറുന്നു. ഈ സ്മാർട്ട് ഫോണൊക്കെ വന്നിട്ട് എത്ര കാലമായി നമുക്കറിയാം. എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ടെക്നോളജിയുടെ കാര്യം പറയുമ്പോൾ അതാണ് ഏറ്റവും വിപ്ലവാത്മകപരമായ മാറ്റമുള്ളത് ടെക്നോളജിയിലാണ്. അത് ഓരോ മണിക്കൂറിലാണോ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് വരുന്നു. നമുക്ക് ഈ മാറ്റത്തോട് ക്യാച്ചപ്പ് ചെയ്യാൻ ഇന്ന് കഴിയാതെ പോകുന്നു. പ്രായമുള്ളവരൊക്കെ പറയുന്നത് എനിക്കൊന്നും പറ്റത്തില്ല. പ്രായമുള്ള ചില അമ്മച്ചിമാർ, വളരെ ലേണഡായ ആളുകൾ പോലും അവർക്ക് ബാങ്കിങ് സംവിധാനത്തിൽ പഴയ ആ രീതി അവലംബിക്കാൻ ഇഷ്ടം. കാരണം ഈ പുതിയ രീതിയുടെ കോംപ്ലിക്കേഷനോ അതിൻ്റെ സങ്കീർണതകളൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ല. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ മാറ്റത്തോട് കോപ്പി ചെയ്യാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരല്ലേ? മാറ്റത്തെക്കുറിച്ച് ബൈബിൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന ചില കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിയുമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. ലോകത്തിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ചില സാഹചര്യങ്ങൾ, ഒന്ന് യുദ്ധമാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് സംഭവിച്ച മഹാമാരിയായ കോവിഡ് എന്തൊരു മാറ്റമാണ് കൊണ്ടുവന്നത്. ഓഫ്ലൈൻ ഓൺലൈൻ എന്ന് പറയാൻ നമ്മൾ ശരിക്കും പഠിച്ചത് കോവിഡിന് ശേഷമാണ്. ശരിയല്ലേ? എന്തൊരു വലിയ മാറ്റമാണ് അത് കൊണ്ടുവന്നത്. ഇപ്പൊ പാൻഡമിക്കുകള്, യുദ്ധങ്ങള്, സാമ്പത്തികമായ കോളിളക്കങ്ങള്. ഇപ്പൊ അടുത്ത സമയത്ത് എന്താ നടക്കുന്നത്? സ്വർണത്തിന്റെ വില കൂടുന്നു എന്ന് പറയുന്നു, കുറയുന്നു എന്ന് പറയുന്നു. ലോഡ് ഓഫ് എക്കണോമിക് അപ്ഹീവൽസ്, രാഷ്ട്രീയമായ മാറ്റങ്ങള് എല്ലാ ഇടങ്ങളിലും മാറിക്കൊണ്ടിരിക്കുക. പ്രകൃതി രംഗങ്ങളിൽ നമുക്കറിയാം, ഭൂമിയുടെ ഡെമോഗ്രാഫികൾ പോലും ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. എല്ലാ ഇടങ്ങളിലും മാറ്റത്തിൻ്റെ ഈ മാറ്റത്തിൻ്റെ ശബ്ദം നമ്മൾ കാണുന്നുണ്ട്. ഇതെന്താണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ഈ മാറ്റങ്ങളെക്കുറിച്ച് ബൈബിളിന് ദൈവശാസ്ത്രപരമായിട്ട് നമ്മളോട് എന്തെങ്കിലും ഇന്ന് പറയാനുണ്ടോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. ഇതൊരു ബൃഹത്തായ ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ കോണിൽ ചില ആത്മീയ വീക്ഷണങ്ങളാണ് പറയുന്നത്. ഇപ്പം നമുക്ക് നമ്മളെ ആങ്കർ ചെയ്യാൻ, നങ്കൂരമുറപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരതുന്ന ഒരവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ, ബോധപൂർവമോ അല്ലാതെയോ നമ്മളിൽ ഈ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഇന്ന് കുഞ്ഞുങ്ങളുടെ ലോകത്തോട് റിലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുന്നു. നമ്മൾ കുഞ്ഞുകാലത്ത് ജീവിച്ച ഒരു സാഹചര്യത്തിലല്ല അവർ ജീവിക്കുന്നത്. As parents, we are at times struggling. ഏറ്റത് സമ്മതിച്ചു കൊടുക്കാനുള്ള മനസ്സൊന്നും നമുക്കില്ല. ഇങ്ങനെയുള്ള മാറ്റങ്ങളുടെ നടുവിൽ മാറാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നവരാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, ദൈവത്തിന് മാറ്റമില്ല എന്നുള്ളതാണ്. മാറാത്തവൻ, വാക്കുമാറാത്തവൻ. ആ ഗാനം എപ്പോഴെങ്കിലും ഒന്ന് പാടണമെന്ന് എൻ്റെ ആഗ്രഹത്തിലുണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് പാടാം. ഗോഡ് ഈസ് ദ സെയിം എന്ന വാക്കിന്
എന്തോരം അർത്ഥമുണ്ടെന്ന് നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ റാപ്പിഡായി ചേഞ്ച് ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ ഈ മാറ്റങ്ങളെക്കുറിച്ചൊരു ചെറിയ കാഴ്ചപ്പാട് നമുക്കുണ്ടായെങ്കിൽ മതിയാവൂ. ഞാൻ സാധാരണ ഇടയ്ക്കെങ്കിലും ഇവിടെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എല്ലാം ഇളകുമ്പം, ഇപ്പം ഭൂമി കുലുങ്ങുകയാണെങ്കിൽ, വയനാട്ടിൽ നടന്ന കാര്യം അറിയാം, ഒരു ഭൂമി കുലുക്കത്തിന് സമാനമായിരുന്നു. ഇറ്റ് വാസ് എ ലാൻഡ് സ്ലൈഡ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തായിരിക്കും നോക്കുന്നത്? എല്ലാം ഇളകുമ്പം ഉറച്ചു നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോന്നാ, പിടിക്കാൻ പറ്റിയത് എന്തെങ്കിലും അവിടെയെല്ലാം പിടിക്കാൻ പറ്റുമോ? ഉറച്ചു നിൽക്കുന്ന ഒന്നുമില്ലെങ്കിൽ പിന്നെ എവിടെ നമ്മൾ പിടിക്കും? അപ്പൊ മാറുന്ന ലോകത്തിൽ കോൺസ്റ്റന്റ് ആയ എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ എന്നുള്ളതിന് അതാ പ്രാധാന്യം. എല്ലാം കുലുങ്ങുക, എല്ലാം മാറ്റത്തിന് വിധേയമാ. എന്താ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കിന്ന് ഗ്രഹിക്കാൻ കഴിയുമോ? God never changes. God is the same. 102-ാം സങ്കീർത്തനത്തിന്റെ 25-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും നമുക്ക് ആദ്യം വായിക്കാം. 102-ാം സങ്കീർത്തനം. പൂർവകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും. അവ മാറിപ്പോകുകയും ചെയ്യും. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, ദൈവം മാറ്റമില്ലാത്തവനാണെന്ന് പറയുമ്പോഴും മാറ്റം കൊണ്ടുവരുന്നതും ദൈവമാണ് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. അത് നിങ്ങൾക്ക് ഇതിന്റെ വരികളുടെ ഇടയിലൂടെ അത് കാണാൻ കഴിയട്ടെ എന്ന് ചിന്തിക്കുന്നു. ദൈവം നീ അനന്യനാണ്, നീ നിലനിൽക്കും. അവ നശിക്കും, നീ നിലനിൽക്കും. നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ, അപ്പൊ ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും എന്ന് പറയുമ്പോൾ മാറ്റം യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്ന ആരാണ്? ഗോഡ് ഈസ് ദ ഏജന്റ് ഓഫ് ചേഞ്ച് കൂടിയാണ്. ദൈവം മാറ്റമില്ലാത്തവനാണ്, പക്ഷെ ഗോഡ് ബ്രിങ്സ് അബൌട്ട് ചേഞ്ച് എന്ന ഒരു ബിബ്ലിക്കൽ റിയാലിറ്റിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആത്മീയമായിട്ട് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവനും വൈകൃതങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തെ നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദൈവരാജ്യം, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ. നീതി വസിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തെ കൊണ്ടുവരാനാണ് ദൈവം നോക്കുന്നത്. മരണവും ദുഃഖവും മുറവിളികളും കണ്ണീരുമില്ലാത്ത ഒരു രാജ്യമല്ലേ ദൈവം വിഭാവനം ചെയ്യുന്നത്? അതല്ലേ ദൈവം നമുക്കായി ഒരുക്കുന്നത്? ഇതല്ലേ നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനി. അപ്പൊ ഇത് സ്ഥാപിക്കാൻ വേണ്ടി ഇന്ന് ഈ മാറ്റങ്ങളുടെ പ്രക്രിയയിലൂടെ മനുഷ്യനിർമ്മിതവും അല്ലാത്തതുമായ എല്ലാ സാഹചര്യങ്ങളിലൂടെയും ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു മാറ്റത്തിലേക്ക് തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ ആരും മറക്കരുത്. ആ കാഴ്ച നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മാറ്റമില്ലാത്ത ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ സ്നേഹത്തിൽ പ്രേരിപ്പിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഈ പുതുക്കുന്നതാര പുതിയ സൃഷ്ടിയാണ്. ഈ പുതിയ സൃഷ്ടി നമ്മൾ കർത്താവിലാണ്. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ കൊണ്ട് അർത്ഥമാക്കുന്ന പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ? നമുക്കൊരു പുതിയ വീക്ഷണം ലഭിക്കുകയാണ്, പുതിയൊരു ദിശ ലഭിക്കുകയാണ്, പുതിയൊരു വഴിയെ യാത്ര ചെയ്യാൻ പുതിയൊരു മനസ്സ് ലഭിക്കുകയാണ്, പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു പ്രത്യാശ. അങ്ങനെ തുടങ്ങി അതിന് ആനുപാതികമായ പുതുക്കമാണ് യഥാർത്ഥത്തിൽ നമ്മിലേക്ക് വരുന്നത്. പുതുവാന ഭൂമി എന്ന് വചനം പറയുമ്പോൾ അതും പുതിയതാണ്. അപ്പോൾ ശരിക്കും മാറ്റം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആരാണ്? ദൈവം തന്നെയാണ്. എബ്രായ ലേഖനത്തിലെ വാക്യം എനിക്ക്
ഇടയ്ക്കൊക്കെ ആവർത്തിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇളകാത്ത രാജ്യം. ഇളകാത്തതിന് ഞാൻ ഇന്ന് കോയിൻ ചെയ്തത് മാറ്റമില്ലാത്തത് എന്ന് തന്നെയാണ്. പിന്നൊരു ഇളക്കമില്ല. കാരണം എന്താ? ഗോഡ് ഈസ് ദ സെയിം എന്ന് പറയുമ്പോൾ ഈ റിയാലിറ്റികളെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട്, ആ കാഴ്ച കണ്ടുകൊണ്ട് നമുക്കിതിനെ ഗ്രഹിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗോഡ് ഈസ് ദ സെയിം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ തന്നെ പൂർണ്ണതയുണ്ട്. നമ്മൾ ദൈവം പൂർണ്ണനാണ് അല്ലയോ എന്ന് നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ദൈവം പൂർണ്ണനാണ് എന്നൊരു ഭക്തൻ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പം ദൈവമേ നീ പൂർണ്ണനാണ്, നീ പെർഫെക്റ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും ദൈവം പൂർണ്ണനാണോ അല്ലയോ? ദൈവം പൂർണ്ണനാണ്. ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. ആദിയിൽ അന്തം കാണുന്നവനാണ് ദൈവം. പക്ഷെ ദൈവത്തിന്റെ പർപ്പസിൽ ദൈവം വീവ് ചെയ്ത് മനുഷ്യന്റെ ചരിത്രത്തിൽ ഇത്രയും അധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇത് കുറെ മനുഷ്യനിർമ്മിതമാണ്. പക്ഷെ ഇതെല്ലാം പലതും ദൈവത്താൽ അനുവദനീയമാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ അന്തം എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാഴ്ച നമ്മൾ മറന്നുപോയാൽ ഇതിനൊന്നും അർത്ഥമില്ലാതാവുകയാണ്. ഓരോ യുദ്ധങ്ങളിലും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അധികമാണ് പ്രിയരെ. പക്ഷെ ദൈവം എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൽ മനുഷ്യന് പങ്കുണ്ടെങ്കിലും എങ്ങോട്ടാണ് ദൈവം ഇതിനെ നയിക്കുന്നത് എന്ന കാഴ്ച ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഉണ്ടാവണം. എല്ലാ മാറ്റങ്ങളുടെ നടുവിലും നമ്മുടെ ഹൃദയത്തിന് സ്വസ്ഥത നൽകുന്ന ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യം, മാറ്റമില്ലാത്ത ഒരു ദൈവം എന്നാണ്. ആ ദൈവത്തിൽ എനിക്ക് ചാരാമെന്നുള്ളതാണ്. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വളരെ പ്രശസ്തമായ വാക്യം. നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുണ്ട് പല കാഴ്ചപ്പാടുകളിൽ. ആ വാക്യം ഈ അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് എന്താണ്? ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയും നമ്മളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് അവിടെ പറയുന്നത്. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നമ്മളുടെ നാശമില്ലായ്മയും ദൈവത്തിന്റെ മാറ്റമില്ലായ്മയും തമ്മിൽ ഒരു ബന്ധമല്ലേ അവിടെ കാണുന്നത്? സുവിശേഷത്താൽ അക്ഷയത വെളിപ്പെടുമെന്ന ഒരു വാക്യം നമ്മൾ കൂടെ പറയാറുണ്ട്. ആ അക്ഷയതയും ദൈവത്തിന്റെ മാറ്റമില്ലായ്മയും തമ്മിലൊരു ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ പറയൂ. യാക്കോബിന്റെ ലേഖനത്തിലെ വാക്യം വായിക്കേണ്ട, നമുക്കറിയാവുന്ന കാര്യം. ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല ദൈവത്തിന്. ദൈവത്തിന് മാറ്റമില്ല എന്ന സത്യം ഇന്ന് നമ്മളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നിങ്ങൾക്കൊരു ബോധ്യം തരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നശിക്കാതിരിക്കുന്നത് ദൈവം മാറാത്തവനായതുകൊണ്ടാണ്. ദൈവം മാറ്റമില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം, നീതി, കരുണ, ദയ, വിശ്വസ്തത, ദൈവത്തിൻ്റെ മഹാശക്തി, ഇതിനൊന്നും 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇന്നും. അതിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ ക്രോധം, നീതിയും ക്രോധവും തമ്മിൽ ഒരിക്കലും നമ്മൾ പരസ്പര വൈരുദ്ധ്യമല്ല. പാപത്തെ ദൈവം ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിലെ സകല അനീതിയും ദുഷ്ടതയ്ക്കും ഒരു കണക്ക് കൊടുക്കുന്ന വിധത്തിൽ 2 വിധത്തിൽ ഈ കണക്ക് ടാലി ആയാലേ പറ്റൂ. എങ്ങനെയാണെന്നറിയാമോ? ഒന്നിൽ ദൈവം ഈ അക്കൗണ്ട് തീർക്കുന്നത് നരകത്തിലാണ്, അല്ലെങ്കിൽ ഈ അക്കൗണ്ട് തീർക്കുന്ന ടാലിയാവുന്ന ക്രൂശിലാണ്. ഇത് രണ്ടല്ലാതെ മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ല. എന്നോടൊപ്പം നിങ്ങളുണ്ടോ? ദൈവം ഒന്നുകിൽ ഇത് ക്രോസിൽ തീർക്കും, നമ്മുടെ പാപം യേശുവിൻ്റെ മേൽ ചുമത്തി, ഇല്ലെങ്കിൽ ഇത് നിത്യ നരകത്തിൽ തീർക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലായ്മയും നമ്മുടെ അക്ഷയതയും തമ്മിലുള്ള ബന്ധം ഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മാറ്റവുമായി കോപ്പ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന എനിക്ക് നങ്കൂരമിടാവുന്ന ഒരു യാഥാർത്ഥ്യം
അത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സ്വഭാവത്തെയാണ്. ഇതിന് മാറ്റമില്ല കർത്താവേ. അപ്പൊ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് തരുന്ന ഉറപ്പ് ഉൽപ്പത്തി മുതൽ നിഷ്പത്തി വരെ എന്ന് വെച്ചാൽ വെളിപ്പാട് വരെ നമ്മൾ ആദിയോടന്തം വരുതിയാലും ദൈവം മാറാത്തവനാണ്. ക്രിസ്തുവേശുവിനെ കുറിച്ച് പറഞ്ഞ ഇന്നലെയും ഇന്നും എന്നും മാറാത്തവൻ. ഇന്നലെയും ഇന്നും എന്നും മാറാത്തവൻ. നമ്മുടെ ജീവിതത്തിന്റെ പൂർവകാലങ്ങളിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നതിന് മുൻപ് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവകാലത്ത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബൈബിൾ തരുന്ന ഒരു വലിയ സത്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഭാവിയിൽ, നമ്മുടെ അനന്തതയിൽ, ഓരോ ദിനങ്ങളിലും ഈ കർത്താവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് എന്ന യാഥാർത്ഥ്യമല്ലേ? ഇത് നമ്മളെ ഇന്ന് കർത്താവിൽ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് ഞാൻ കരുതുകയാണ് എൻ്റെ പ്രിയരെ. അപ്പൊ നമ്മുടെ ഭൂതകാലത്തും നമ്മുടെ വർത്തമാനകാലത്തും നമ്മുടെ ഭാവി കാലത്തും കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ഇന്ന് പ്രവർത്തിക്കുന്നു, ഇനി പ്രവർത്തിക്കും എന്ന സത്യവും അതോടുകൂടെ ചേർത്ത് വായിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും മാറാത്ത ദൈവമാണ്. ദൈവം സെയിം ആണ് എന്ന ആ റിയാലിറ്റിയുടെ അടുത്ത യാഥാർത്ഥ്യം ദൈവവചനം പറയുന്നത് മാറ്റങ്ങളോട് കോപ്പ് ചെയ്യാനുള്ള സ്ട്രഗിളിൽ നമ്മുടെ മനസ്സിന് കൊടുക്കേണ്ട രണ്ടാമത്തെ ഉറപ്പ് ദൈവത്തിന്റെ പദ്ധതികൾ എന്നും നിലനിൽക്കുമെന്നുള്ളതാണ്. God's plans stands forever. Now think with me, പ്രിയരേ, എന്നോടൊപ്പം ചിന്തിക്കൂ. ദൈവത്തിന്റെ പദ്ധതികൾ എന്നും നിലനിൽക്കും. സങ്കീർത്തനം 33-ാമത്തെ സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം ദയവായി എടുത്താട്ടെ. എൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയട്ടെ. ഇവിടെയും നിങ്ങൾക്ക് വായിക്കാം. ബൈബിൾ ഉള്ളവർ അത് തുറന്നു നോക്കാം. ദൈവത്തിന്റെ ആലോചന ശാശ്വതമായും ദൈവത്തിന്റെ ഹൃദയവിചാരങ്ങൾ, യഹോവയുടെ ഹൃദയവിചാരങ്ങൾ തലമുറയായും ഇരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അതിലൂടെ എന്താ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്? Now if God decides to do something, plans to do something, അതെന്നേക്കും നിലനിൽക്കും എന്നുള്ളതാണ്. Now ഭൂമിയെ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് വചനം പറയുന്നത്? ഭൗതികമായ തലത്തിൽ പാർക്കാനാണ് സൃഷ്ടിച്ചത്. കർത്താവിന്റെ വരവ് വരെ നടുകയും നനയ്ക്കുകയും തോട്ടം വളർത്തുകയും വിവാഹത്തിന് കൊടുക്കുകയും എടുക്കുകയും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, ബിസിനസ്സും ജീവിതവും കൊയ്ത്തും എല്ലാം നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ആദ്യം തോട്ടം നിർമ്മിച്ചത്, ആദ്യത്തെ തോട്ട നിർമ്മാതാവ് പോലും ആരാണ്? ഡിസൈനർ, കർത്താവ് ഭൗതിക തലത്തിൽ. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ പരിതസ്ഥിതികളെയും നിർമ്മിച്ചു തന്നതും കർത്താവാണ്. അല്ലെങ്കിൽ ഇന്ന് നമ്മളെ നിലനിർത്താനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നതും കർത്താവാണ്. എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് അമ്പരപ്പിക്കുന്ന ഒരുപാട് റിയാലിറ്റികളിൽ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്, ഈ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവിനെ ഇത്ര കൃത്യമായിട്ട് ദൈവം ക്രമീകരിച്ചില്ലെങ്കിൽ നമുക്കൊക്കെ എന്താകുമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഓക്സിജന്റെ അളവ് കൂടിയാൽ എന്താണെന്ന് ഡോക്ടർ പിന്നെ പറഞ്ഞു തരും. ഓക്സിജന്റെ അളവ് ഇത്തിരി കുറഞ്ഞാൽ 21% നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ നിലവ. ഈ വായുവിന്റെ ഇത്രയും അധികം പൊല്യൂഷനും കാർബണും എല്ലാം എല്ലാ ദിവസവും എത്രമാത്രം ഭൂമിയെ വൃത്തികേടാക്കാമോ മലിനമാക്കാമോ അത്രമാത്രം മനുഷ്യനെ അതിന്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത്രയൊക്കെ റെസ്പിറേറ്ററി പ്രോബ്ലം അല്ലേ നമുക്കുള്ളൂ? ഇതെന്താണ് ഇതിന്റെ മഹത്വം? ഇതിനെന്താണ് കാരണം? അതിന്റെ കാരണം മരുന്നാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മരുന്നിന്റെ സഹായത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, മനുഷ്യന്റെ പ്രയാസത്തെ അകറ്റാൻ. പക്ഷെ അതിന്റെ മനോഹാരിത നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മഹത്വമാണെന്ന് ഞാൻ ആദ്യം കാണുന്നു. പക്ഷെ ഈ പരിതസ്ഥിതിയെ ക്രമീകരിക്കുന്ന, സന്തുലനാവസ്ഥ നിലനിർത്തുന്ന ദൈവത്തിന്റെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം എത്ര മഹത്തരമാണ്! ആ അളവ് കൃത്യമായി ക്രമീകരിക്കപ്പെടാൻ
ആ സംവിധാനം എത്ര മഹത്തരമാണ്. ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഇത് എന്നെ കോൺസ്റ്റൻ്റായി അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ്. ഇത് ഭൗതിക തലത്തിൽ ദൈവം ഓരോ ക്രമീകരണങ്ങളും ചെയ്ത് ഇവിടുത്തെ നമ്മുടെ ജീവിതവും ജീവനും നിലനിർത്തുകയും സാധ്യമാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വാട്ട് ആർ ദ പ്ലാൻസ്? ഇന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്താണെന്നറിയാമോ? അതിനോടൊപ്പം ചിന്തിച്ചാട്ടെ. ഇന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്താണ്? ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊരു ക്വിസാണ്. ഭൂമിയിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്തെന്നറിയാമോ? He is building his church. കർത്താവ് എന്താ പറഞ്ഞത്? I will build my church. അത് ബിൽഡിംഗ് അല്ല, കെട്ടിടം പണിയുടെ കാര്യമല്ല പറയുന്നത്. പീപ്പിൾ. ചേർച്ച് എന്ന് പറയുന്നത് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് ചേർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ആലയമാണ്. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോഴും ആലയമാണ്. നമ്മളെ ഒരുമിച്ച് പണിയുന്ന ജീവനുള്ള കല്ലുകളായി നമ്മളെ ഒരുമിച്ച് ചേർത്ത് ലോകം മുഴുവനുമുള്ള വിശുദ്ധന്മാരെ ചേർത്ത് ദൈവം ഒരു വലിയ പണി ചെയ്യുകയാണ്. He is building his church. ജീവനുള്ള കല്ലുകളെ ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാത്. ഇത് ദൈവത്തിന്റെ ശാശ്വതമായൊരു പ്ലാനായിട്ട് ഞാൻ പറഞ്ഞാൽ, ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ നമുക്ക് മനസ്സിലാകുന്നത്? The gates of Hades shall not prevail against it എന്ന് പറഞ്ഞാൽ, ഇന്ന് സിവിയറായ പെർസിക്യൂഷനുള്ള രാജ്യങ്ങളുണ്ട്. രാഷ്ട്രീയ കോളിളക്കങ്ങൾ സുവിശേഷത്തെ 7 അയലത്ത് പോലും അടുപ്പിക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഉത്തര കൊറിയയില് നിങ്ങളുടെ വീട്ടിൽ ഒരു ബൈബിൾ കണ്ടാൽ നിങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും ജയിലിലടയ്ക്കും. എല്ലാ ബന്ധുക്കളെയും. അവരുടെ 7 അയലത്ത് പോലും സുവിശേഷം എത്താൻ പറ്റത്തില്ല. ദൈവത്തിന്റെ പദ്ധതികൾ 33 സങ്കീർത്തനത്തിന്റെ 11 വാക്യം ഒരിക്കൽ കൂടെ വായിച്ച് ഈ സത്യത്തെ ഒന്ന് അടിവരയിട്ട് ഉറപ്പിച്ച് എൻ്റെ പ്രിയരെ, എന്താ അവിടെ പറയുന്നത്? യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും ഇരിക്കും എന്ന് പറയുമ്പോൾ എന്താണ്? 2000 കൊല്ലമായി കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെതിരെ ജയിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ പണി ശാശ്വതമായി നിലനിൽക്കും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറട്ടെ, ലോകത്തിന്റെ സംസ്കാരങ്ങൾ മാറട്ടെ, ടെക്നോളജികൾ മാറട്ടെ, ഏത് തരത്തിലുള്ള കോളിളക്കങ്ങളെയും അതിജീവിച്ച് കർത്താവ് തൻ്റെ സഭയെ പണിയും എന്ന് വെച്ചാൽ തൻ്റെ ജനത്തെ അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. മാറ്റമില്ലാത്ത ദൈവം നമ്മിൽ മഹത്വമുള്ള രൂപാന്തരങ്ങൾ വരുത്താനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പാപിയായ മനുഷ്യനെ വിശുദ്ധനാക്കാനും ദൈവത്തിന് മഹത്വമുള്ള മാനപാത്രങ്ങളാക്കാനും നമ്മിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്ലാനുകൾ അത് ശാശ്വതമാണ്, അത് ഇറ്റേണലാണ്. And that will continue to unfold no matter what. എന്തൊക്കെ സംഭവിച്ചാലും, അത് എന്തെല്ലാം അതിനെതിരെ പത്മവ്യൂഹങ്ങൾ തീർത്താലും അതിനെല്ലാം അതിജീവിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് ദൈവത്തിൻ്റെ മറ്റൊരു പദ്ധതി എന്നുള്ളത് ഫാമിലി എന്നുള്ളൊരു പദ്ധതിയാണ്. സഭ ഒരു ഫാമിലിയാണ്. പക്ഷെ കുടുംബം എന്നത് മറ്റൊരു ദൈവം സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് എല്ലാ കല്യാണങ്ങൾക്കും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ്. ഇന്നത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാര് വാദിക്കുന്നത്, അല്ലെങ്കിൽ കോടതികൾ പോലും ഇത് അങ്ങനെ ഒരു ദിവ്യത്വമൊന്നും ഇതിനില്ല എന്ന നിലയിൽ ഇതിനെ തരം താഴ്ത്താൻ എത്രമാത്രം കഴിയുമോ അത്രമാത്രം അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയുമോ ആ ഒരു നിലയിൽ കുടുംബ ബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള അതിന് നമ്മൾ വിളിക്കുന്ന പേര് മോഡേണിറ്റി എന്ന് കൂടെയാണ്. ക്രിസ്തീയ വിശ്വാസികൾ ദൈവ സ്ഥാപിച്ച കുടുംബ ബന്ധത്തിന്റെ മനോഹാരിത എന്തു വില കൊടുത്തും കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ളവരാണ് എന്ന് വീണ്ടും ഞാൻ പറയട്ടെ. കാരണം എന്താണ്? മാരേജ് ആൻഡ് ഫാമിലി ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ God.
ദൈവത്തിന്റെ ആലോചന, അതിനൊരു പർപ്പസോട് കൂടിയാണ് ദൈവം ചെയ്തത്. സത്യത്തിൽ ആ ഫാമിലി എന്ന കൺസെപ്റ്റ് തന്നെയാണ് ദൈവരാജ്യം. ഒരൊറ്റ ഭവനം, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവവും നമ്മളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ചിത്രമാണ് ഓരോ കുടുംബങ്ങളും. പക്ഷെ അതിനെ ഇന്ന് വികൃതമാക്കി, ഇന്നതിനെ പിച്ചിച്ചീന്തി ദൈവത്തിന്റെ ആലോചനകൾക്കെതിരെ മത്സരിക്കുക. കുടുംബത്തിന്റെ അകത്തെ ഇമ്പങ്ങൾ, ഈണങ്ങൾ ഇല്ലാതാകുമ്പം നമ്മൾ ദൈവത്തിന്റെ പദ്ധതികൾക്കെതിരെ മത്സരിക്കുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, എന്ത് വില കൊടുത്തും കുടുംബ ബന്ധങ്ങളെ വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും, ഒന്ന് ക്ഷമ ചോദിച്ചിട്ടാണെങ്കിലും, അല്പം കരുണ കൂടുതൽ കാണിച്ചിട്ടാണെങ്കിലും, എന്ത് വില കൊടുത്തും നമ്മൾ കുടുംബ ബന്ധങ്ങളെ, അത് ദൈവഹിതത്തിന് അനുസരണമായി, എന്താ ദൈവത്തിന്റെ ഹിതം, എന്താ ഓരോ കുടുംബത്തെക്കുറിച്ചും മനോഹരമാണ്. ബന്ധങ്ങൾ ആസ്വദിക്കാൻ സുരക്ഷിതമായി വിശ്രാമത്തോടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നിത്യവിശ്രാമത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ കുടുംബങ്ങളും. കരുതലും സ്നേഹവും കരുണയും ആർദ്രതയും ഒക്കെ കാണിക്കാനുള്ള ഒരിടം. പക്ഷെ നമ്മൾ അതിനെതിരെ തിരിയുമ്പം ദൈവത്തിന്റെ സ്ഥിരമായ ഉദ്ദേശങ്ങൾക്കെതിരെയുള്ള മത്സരമായി നമ്മൾ കാണാറുണ്ടോ അതിനെ? എൻ്റെ പ്രിയരെ, എന്ത് വില കൊടുത്തും, ദിസ് ഈസ് എ റിയാലിറ്റി, ഇതൊരു സ്ട്രഗിളാണ്. ഇന്ന് പിശാച് കുടുംബത്തിന്റെ അകത്ത് കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്. അതിന് പുതിയ സംസ്കാരം എന്ന് നമ്മൾ പേര് വിളിക്കുകയാണ്. എന്ത് വില കൊടുത്തും ദൈവമേ, എൻ്റെ കുടുംബ ബന്ധങ്ങൾ, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, വേണ്ടപ്പെട്ടവരോടുള്ള ബന്ധങ്ങൾ അത് വിശുദ്ധീകരിച്ച് അതിനെ ദൈവഹിതപ്രകാരം മാനമുള്ളതും യോഗ്യതയുള്ളതുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? അതല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്ഥിരമായ ഉദ്ദേശങ്ങൾക്കെതിരെ മത്സരിക്കുകയാണ്. നമ്മൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന പിശാചിന് വോട്ട് ചെയ്യുന്ന പോലെയാണത്. അതിന് നമ്മൾ ഒരിക്കലും അനുവദിക്കരുതേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അതിന് നമ്മൾ സ്വയം മരിച്ചെങ്കിലേ പറ്റൂ. ബന്ധങ്ങൾ സാധ്യമാകണമെങ്കിൽ എവിടെ ത്യാഗമുണ്ടോ അവിടെ മാത്രമേ ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ സാധ്യമാകൂ എന്ന കാര്യം കൂടി ഞാൻ പറയട്ടെ. ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ. ത്യാഗമില്ലാതെ, യാഗം നടക്കാതെ ഒരിക്കലും നല്ല ബന്ധങ്ങൾ യഥാർത്ഥത്തിൽ സാധ്യമാവില്ല. യാഗം എന്നൊക്കെയുള്ള വാക്ക് നമുക്കറിയാം. നല്ല ബന്ധങ്ങൾ സാധ്യമാകണോ അവിടെ നമുക്കൊരു യാഗമുണ്ട്, അല്ലെങ്കിൽ അവിടെ എനിക്കൊരു ത്യാഗം, എവിടെയെങ്കിലും ഒരു വേദനയും ത്യാഗവും നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും, അത് വീണ്ടെടുക്കാനായിട്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം സാധ്യമായത് എങ്ങനെയാണെന്ന് യോഹന്നാൻ 3:16 നിന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം യേശുവിനെ നൽകി. ഇറ്റ് ഈസ് ഗിവിംഗ്. അത് ഒരു ത്യാഗമല്ലേ? അതൊരു യാഗമല്ലേ? മേശ നമ്മൾ ആചരിക്കാനായിട്ട് പോവുകയാണ് അല്പസമയത്തിനുള്ളിൽ. ഇത് ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ ത്യാഗത്തെയാണ്. എന്തിന്? നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കാൻ. Now you take that and apply in our family life. അതെടുത്ത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും, കൂട്ടുകാരുള്ള ബന്ധത്തിലാണെങ്കിലും എപ്പോഴും എനിക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവണം എന്ന മനോഭാവമാണെങ്കിൽ നമ്മുടെ ആ ബന്ധം നിലനിൽക്കില്ലെന്നാ പറയുന്നത്. You always think about your benefit. അങ്ങനെ ആണെങ്കിൽ ആ ബന്ധം ഒരുപാട് കാലങ്ങൾ നിലനിൽക്കുകയില്ല. പക്ഷെ ബന്ധത്തിൽ ത്യാഗമുണ്ടെങ്കിൽ, ഗിവിംഗ് ഉണ്ടെങ്കിൽ അത് നിലനിൽക്കും. ആ ബന്ധം നിലനിൽക്കും. ദൈവം നൽകി, കർത്താവ് നൽകിയത് കൊണ്ട് ആ ബന്ധം എന്നേക്കും നിലനിൽക്കുന്നു. ആ ബന്ധത്തിന് മഹത്വമുണ്ട്.
അത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും അത് നിലനിൽക്കപ്പെടുന്നതാണ്. തലമുറകളോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവത്തിന് കൃത്യമായ ചില ഉദ്ദേശങ്ങളോട് ചില ദൈവം നിങ്ങൾക്കത് റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും അതിനനുസരണമായ ഒരു പാതയിൽ ദൈവം അത് കൊണ്ടുവരുമെന്ന ഒരു സത്യം കൂടി ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ആലോചനകൾ എന്നുള്ളത് ദൈവത്തിൻ്റെ സ്ഥിരമായ ആലോചനയാണ്. ഇപ്പൊ റിഡംഷൻ, മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്ഥിരമായ ഒരു ആലോചനയാണ്. ചരിത്രം എത്ര വഷളായാലും ഭൂമിയെ എത്ര വികൃതമാക്കിയാലും ഈ പദ്ധതി ഇവിടെ നിറവേറാതെ പോവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആശ്വാസമല്ലേ? അത് നിലനിൽക്കപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ ഉദ്ദേശം സാധിക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം അത് ദൈവത്തിൻ്റെ റിഡംഷൻ, വീണ്ടെടുപ്പ്, മനുഷ്യൻ്റെ വീണ്ടെടുപ്പ്, അത് മനുഷ്യൻ്റെ ആലോചനയല്ല, അത് ദൈവത്തിൻ്റെ ആലോചനയാണ്. അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? ദൈവത്തിൻ്റെ നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയോട് ചേർന്ന് നിൽക്കുകയാണെന്ന് മാത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനുകൾ എന്നേക്കും നിലനിൽക്കുമെന്ന് വചനം പറയുന്നു. മൂന്നാമത്തേതിന് അധികം വിശദീകരണം ആവശ്യമില്ല. ഇന്ന് അതിൻ്റെ ഒരു ഭാഗം അരവിന്ദ് വായിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം ഇറ്റേണലാണ്. ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണെന്ന് വചനം പറയുന്നു. അത് ചേഞ്ച് ചെയ്യത്തില്ല. അതിൻ്റെ മൂല്യങ്ങളാണ്. അത് നമുക്ക് തരുന്ന വാല്യൂസിനാണ് മാറ്റമില്ലാത്തത്. ഇറ്റേണൽ അല്ലെങ്കിൽ സ്ഥലകാല സമയത്തിനൊക്കെ അതീതമല്ല ദൈവത്തിൻ്റെ വചനമെങ്കിൽ പിന്നെ അതെങ്ങനെ ദൈവവചനമാകും? ഏത് വചനമാണെങ്കിലും അതൊരു പ്രത്യേക സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രം അപ്ലിക്കബിൾ ആയ ഒരു റിയാലിറ്റി ആണെങ്കിൽ പിന്നെ അത് ദൈവവചനമാവില്ല. പക്ഷെ ദൈവവചനം പറയുന്നത് എന്താണ്? ദൈവവചനത്തിന് മാറ്റമില്ല എന്നാണ്. ഗോഡ്സ് വേർഡ് ഇസ് ഇറ്റേണൽ എന്നാണ്. സങ്കീർത്തനം 119 89 വാക്യം എടുത്തേ. സങ്കീർത്തനം 119 89 വാക്യം. ഇത് നമുക്ക് ചില സത്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു വിടുന്നതാണെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ആ കാഴ്ചയോട് ചേർന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമേ. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം ഒരു കാര്യം ഒരിടത്ത് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി പറയില്ലെന്നർത്ഥം. ഇത് പറയുമ്പോൾ അല്പം പ്രയാസകരമായ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ഡിഫിക്കൽട്ട് മാത്ത് ഞാൻ കൊണ്ടുവരാം. ദൈവം പഴയ നിയമത്തെ മാറ്റി പുതിയ നിയമം സ്ഥാപിച്ചത് ന്യൂനത കൊണ്ടല്ല. അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചെറിയ ഡിഫിക്കൽട്ട് മാത്ത് തരുകയേ ഉള്ളൂ. അത് ദൈവം മാറ്റിയതല്ല. പഴയ നിയമത്തെ, പഴയ ഉടമ്പടിയെ അത് ദൈവം പ്രഖ്യാപിച്ചതിൻ്റെ ഉദ്ദേശം നിവർത്തിച്ചിട്ട് പുതിയ ഒന്നിനെ സ്ഥാപിച്ചുകൊണ്ട് അതിനെ ഉറപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. പഴയ ഉടമ്പടി പോലും പുതിയ ഉടമ്പടിയുടെ അടിത്തറയാണ്. ഈ പഴയ ഉടമ്പടി ഇല്ലെങ്കിൽ പുതിയ ഉടമ്പടിക്ക് അർത്ഥമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കാനാണ് കർത്താവ് വന്നത്. ന്യായപ്രമാണത്തിന് പോലും ന്യായപ്രമാണവും മാറിയിട്ടില്ല. പക്ഷെ ന്യായപ്രമാണം യഥാർത്ഥത്തിൽ ശിശുപാലകനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ABCD പഠിച്ചില്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷിലെ ലേഖനങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുമോ? നമ്മൾ ഡിഗ്രിക്ക് എത്തിയ ഒരു കുഞ്ഞ് പറയാണ്, എനിക്ക് 1ാം ക്ലാസ് 2ാം ക്ലാസ് LKG UKG ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ വല്ലർത്ഥമുണ്ടോ? No, if you didn't study there, അവിടെ നല്ലൊരു ബേസ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള പഠനത്തിന് അടിത്തറയാകുമോ? അതാണ് അതിൻ്റെ അർത്ഥം. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ ബേസാണ്. ഇംഗ്ലീഷിലെ അക്ഷരമാലയാണ്, മലയാളത്തിലെ അക്ഷരമാലയാണ്, അടിസ്ഥാന വ്യാകരണങ്ങളാണ്. അതില്ലാതെ പിന്നെ എന്ത് ഭാഷ? അതില്ലാതെ എന്ത് മനസ്സിലാവാൻ? അപ്പൊ ന്യായപ്രമാണത്തെയും നീക്കിയിട്ടില്ല, പഴയ ഉടമ്പടിയെയും യഥാർത്ഥത്തിൽ മാറ്റിയിട്ടില്ല. അതിനെ ഫുൾഫില്ല് ചെയ്ത് അതിൻ്റെ പുതിയ ഉടമ്പടിയുടെ അടിത്തറയായി പഴയ ഉടമ്പടി തീരുകയാണ്. ഇത് ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ സൃഷ്ടിച്ചതുപോലെ ആരും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ചിന്തിക്കാൻ, നിങ്ങൾ കാലങ്ങളായി ദൈവവചനം കേൾക്കുന്നവരായതുകൊണ്ട്
അത് ചിന്തിക്കാൻ ചില കാഴ്ചപ്പാടുകൾ നൽകി എന്ന് മാത്രം. ഞാൻ അല്പം വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. യെശയ്യാവ് 40:8 വാക്യം അതേ സത്യം തന്നെ ഉറപ്പിക്കുന്നത്. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു എന്ന് 119 സങ്കീർത്തനം പറയുന്നു. ഇവിടെ എന്താ പറയുന്നത്? പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ പറഞ്ഞാട്ടെ എന്നേക്കും നിലനിൽക്കും. നമ്മുടെ ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കും എന്ന് വെച്ചാൽ ഈ അടിസ്ഥാനമില്ലാതെ ദൈവവചനത്തിന്റെ മൂല്യങ്ങൾ ഒരിക്കലും മാറുന്നില്ല എന്നാണ്. അത് സ്വർഗത്തിലും സ്ഥിരമാണ്. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ഇടപാടുകളെല്ലാം നടത്തുന്നത് സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം അത് ഇറ്റേണലായ ദൈവത്തിന്റെ വചനമാണ്. കരുണയുടെ, സ്നേഹത്തിന്റെ, നീതിയുടെ, ദയയുടെ, ദീർഘക്ഷമയുടെ ഈ അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യനോട് ദൈവത്തിന് ഇടപാട് നടത്താൻ പറ്റുമോ? എന്നെ ശ്രദ്ധിക്കുന്നുള്ളൂ. നമ്മൾ പ്പെടുത്തിയ മറ്റൊരു രേഖ ഉപയോഗിച്ച് നമ്മളെ ദൈവത്തിന് സ്വന്തമാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കും എന്ന് പറയുന്നത്. വേറെ ഒരു രേഖയില്ല, ആധാരമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് സ്വന്തമാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യൻ പീനൽ കോഡ് ഇല്ലാതെ ഇവിടെ ഒരു ലോയറിന് വാദിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവവചനം മാറിയ പിന്നെ നമ്മുടെ രക്ഷയ്ക്ക് പോലും അടിസ്ഥാനങ്ങൾ ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് ആണ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ഇടപാടുകൾ, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തിലെ സത്യങ്ങൾ ഒരിക്കലും മാറ്റം വരാൻ പാടില്ല. അത് മാറിയാൽ പിന്നെ നമുക്ക് രക്ഷ പോലും ഇല്ല. അതിൻ്റെ ആധാരം അതാണ്. ചിന്തിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതെന്നേക്കും നിലനിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുടുംബം ദൈവം സ്ഥാപിച്ചതാണെന്നും കുടുംബ ബന്ധങ്ങൾ ഭദ്രമായി നിലനിർത്തണമെന്നുള്ളതും ഒരു ദൈവത്തിന്റെ വചനത്തിലെ മൂല്യമാണെങ്കിൽ അത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ്. കർത്താവ് ജീവിച്ചിരുന്ന 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെയാണ്. സൃഷ്ടിച്ചവൻ ആദിയിങ്കൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവര് ഇരുവരും ഒന്നായി തീരുമെന്ന് പറയുമ്പോൾ 1000 കൊല്ലം മുമ്പ് 2000 കൊല്ലം മുമ്പ് അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, എന്നും അങ്ങനെയായിരിക്കും. ദൈവത്തിന് നന്ദി പറയുന്നു. അതിലെ മൂല്യങ്ങൾ ഒരിക്കലും മാറത്തില്ല, അതെന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദൈവത്തിന് നന്ദി. കർത്താവ് മാറില്ല എന്ന വാക്യം ഞാൻ പറഞ്ഞു. കർത്താവ് ഒരിക്കലും മാറ്റമില്ലെന്ന്. എബ്രായ ലേഖനം 13:8 വാക്യം. കർത്താവിന് മാറ്റമില്ല. ദൈവം മാറ്റമില്ലാത്തവനാണ് എങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ദൈവം മാറ്റമില്ലാത്തവനാണെങ്കിൽ ദൈവമായ ക്രിസ്തുവിന് മാറ്റം വരാൻ പാടില്ല. കർത്താവിന് മാറ്റമുണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ കർത്താവ് ദൈവമാകുന്നത് എങ്ങനെയാ? അപ്പൊ മാറ്റമില്ലാത്ത അവസ്ഥയാണ് ദൈവത്തിന്റെ സ്വഭാവമെങ്കിൽ കർത്താവിന് മാറ്റമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് ദൈവമാണെന്നാണ്. യേശു ദൈവമാണെന്നാണ് അതിന്റെ അർത്ഥം. കാരണം ദൈവത്തിന്റെ സ്വഭാവം തന്നെയാണ് ക്രിസ്തുവിന്. ഹല്ലേലൂയ. അതുകൊണ്ട് മാറ്റങ്ങളുടെ ത്വരിതമായ ഈ ഭൂമിയിൽ എനിക്ക് എവിടെയെങ്കിലും എനിക്ക് നങ്കൂരമിടാനും പിടിക്കാനും എന്തെങ്കിലും ഒരു ഇടമുണ്ടോ എന്ന് പരുതുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാം കർത്താവിനെ, നിങ്ങൾക്ക് പിടിക്കാം ദൈവത്തെ, ദൈവവചനത്തെ, ദൈവത്തിന്റെ ശാശ്വതമായി ഭൂമിയിൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളെ അതിനെ മുറുകെ പിടിക്കാം. അതിനെ മാന്തം കാണിക്കേണ്ട കാര്യമില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അത്രയും പറഞ്ഞുകൊണ്ട് വിടുകയാണ്. 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഇവിടെ ക്ലോസ് ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. 145 സങ്കീർത്തനത്തിന്റെ 13-ാമത്തെയും 14-ാമത്തെയും വാക്യം കൂടെ ചേർന്ന് വായിച്ച് 145 സങ്കീർത്തനം 13-14 വാക്യങ്ങൾ. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വം ആകുന്നു, നിന്റെ ആധിപത്യം തലമുറയായിരിക്കുന്നു. അതിന്റെ 14-ാമത്തെ വാക്യം കൂടെ, വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു. ഇന്ന് ബ്രദർ അരവിന്ദ് വായിച്ച വാക്യത്തോട് സമാനമായ അർത്ഥമാണ് അതിന്. കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു.
വീഴുന്നവരെ താങ്ങുന്നു. ദൈവത്തിന്റെ ബലം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനാ ദൈവം ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? വീഴുന്നവരെ താങ്ങാൻ, കുടിഞ്ഞിരിക്കുന്നവരെ നിവർത്താൻ, മാനക്കേടിൽ തലതാഴ്ത്തുന്നവരെ, മാനഹീനരായവരെ മാനപാത്രങ്ങളാക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ മാനഹീനരായിരുന്ന നമ്മളെ മാനപാത്രങ്ങളാക്കി തീർക്കുന്നു. കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും നിവർത്തുവാനാണ് ദൈവം ഈ ശക്തി ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. അതാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്വം അത് നിത്യരാജ്യത്വമാണ്. ഗോഡ് ഈസ് ഗോയിങ് ടു റൂൾ. ഹി ഈസ് എ റൂളർ ഓഫ് ദ യൂണിവേഴ്സ്. പക്ഷേ ഹി ഈസ് ഗോയിങ് ടു പേഴ്സണലി റൂൾ അവർ ലൈഫ്. വെളിപ്പാട് പുസ്തകത്തിലെ 21-ാം അധ്യായത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യം, അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുമെന്നൊരു വാക്കാണ്. നൗ ലിസൺ ടു ദാറ്റ് ബിലവഡ്. അത് പേഴ്സണൽ അല്ലേ, അല്ലാതെ കളക്റ്റീവായിട്ട് കണ്ണുനീര് തുടയ്ക്കാൻ പറ്റുമോ? പേഴ്സണലാണത്. ഒരു വ്യക്തിബന്ധം, മുഖാമുഖമുള്ള ഒരു ബന്ധം. ഇന്ന് കണ്ണാടിയിൽ കടമൊഴിയായിട്ടാണെങ്കിൽ അന്ന് മുഖാമുഖം. കടമൊഴിയായിട്ടാണ് ഇന്ന് കാണുന്നത്, വെയ്ഗായിട്ടാണ്. പക്ഷെ മുഖാമുഖം അന്ന് നമുക്ക് കാണാം. കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. ദൈവത്തിന്റെ നിത്യരാജ്യത്വം, നിത്യമായ ഒരു രാജ്യത്തിന്റെ പ്രസവം നടക്കാൻ പോവുകയാണ്. ആ പ്രസവ വേദനയാണ് ഇന്ന് നടക്കുന്ന എല്ലാ മാറ്റങ്ങളുമെന്ന് ഞാൻ പറയട്ടെ. അതുകൊണ്ട് ഈ മാറ്റങ്ങളിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുതിയൊരു രാജ്യത്തിന്റെ ജനനം നടക്കാൻ പോകുന്നു. ഈ കോളിളക്കങ്ങൾ അതിന് നിദാനമായി കണ്ടുകൊണ്ട് ആ നിത്യരാജാവിനെ വരവേൽക്കാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ, ഒരുങ്ങുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എന്നെ ഒരുക്കണം കർത്താവേ. ഓരോ ദിവസവും എന്നെ അതിന് മനോഹരനാക്കി തീർക്കണമേ. എൻ്റെ അകത്തെ മനുഷ്യനെ കുറ്റമില്ലാത്തവനായി, കുറ്റമില്ലാത്തവളായി, നിഷ്കളങ്കരായി എന്നെ നേരോടെ നിർത്താൻ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ പ്രാപ്തിയുള്ളവന്. ആരാ നമ്മളെ ഒരുക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവാണ്. ആരാ വിധേയപ്പെടേണ്ടത്? നമ്മളാണ്. ആരാ മനസ്സ് വെക്കേണ്ടത്? നമ്മളാണ്. ഒരുക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ സഭയെ ഉപയോഗിച്ച്, വചനം ഉപയോഗിച്ച്, ആത്മീയ മൂല്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരുക്കപ്പെടുകയാണ് ഓരോ ദിവസവും നിത്യരാജാവിനെ എതിരേൽക്കാൻ. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന്റെ രാജ്യത്വം നിത്യമാണ്. മാറ്റമില്ലാത്ത ഒരു രാജ്യത്തിന്റെ ജനനം നടക്കുന്നത് കൊണ്ട് ഇളകാൻ പറ്റുന്നതിനെ എല്ലാം ദൈവം ഇളക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇളക്കങ്ങൾ ഈ ജനനത്തിന് വേണ്ടിയാണ് എന്ന ബോധപൂർവമായ ഒരുക്കം, ഭയവും പേടിയൊക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല. ഈ ജനനം നടക്കാൻ പോവുക പുതിയൊരു രാജ്യത്തിൻ്റെ, ദൈവത്തിൻ്റെ നിത്യരാജ്യത്വത്തിൻ്റെ ഒരു ഒരുക്കം, അതിൻ്റെ ജനനം നടക്കാൻ പോകണം. ആ ഒരുക്കമാണ് ഇന്ന് നടക്കുന്നത് എന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാവട്ടെ. അപ്പം മാറ്റങ്ങളുടെ ലോകത്ത് എനിക്ക് നങ്കൂരമിടാവുന്ന ചില ആത്മീയ സത്യങ്ങളെ നമ്മൾ ചേർത്ത് വായിക്കുമ്പം ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചുകൊള്ളൂ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 16-ഉം 18-ഉം വാക്യങ്ങൾ കൂടെ, 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് എൻ്റെ കണ്ണുകൾ നിത്യമായതിൽ പതിപ്പിച്ച് മുൻപോട്ട് പോകാം. എൻ്റെ കണ്ണുകൾ എവിടെയാ എന്ന്, നിങ്ങളുടെ കണ്ണുകൾ എവിടെയാ നിങ്ങൾ പതിപ്പിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ എന്ന് വിചിന്തനം ചെയ്യാൻ ഈ സത്യങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അകമേയുള്ളവൻ, പറഞ്ഞാട്ടെ, അകമേയുള്ളവൻ
നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു, രൂപാന്തരപ്പെടുന്നു. വചനത്താലും ആത്മാവിനാലും കർത്താവിന്റെ രക്തത്താലും പുതുക്കം പ്രാപിച്ച് മാറ്റം വരുന്ന അകത്തെ മനുഷ്യനായി നമ്മൾ ഓരോ ദിനങ്ങളിലും രൂപാന്തരപ്പെടണം. ഇതാ വചനം പറയുന്നത്. പുതുക്കം പ്രാപിക്കുന്നു. അടുത്ത വാക്യം, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധി ഈ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. തേജസ്സിന്റെ നിത്യഘനം, അതുകൊണ്ട് കഷ്ടങ്ങൾ സാരമില്ല പ്രിയരെ. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തത് ഇല്ല എന്നല്ല, കാണാത്തത് നിത്യം. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ മാറുന്ന ലോകത്തിലല്ല എൻ്റെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. കാണാത്ത രാജ്യത്തെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ അവിടെ ഫിക്സ് ചെയ്യണം നമ്മുടെ ആയി. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്കിപ്പോൾ കാണാം. പക്ഷെ ഞാൻ ഒരാളെ നോക്കുമ്പോഴാണ് എനിക്ക് ആളെ ശരിക്കും കാണാൻ പറ്റുന്നത്. You see many things, but where you fix your eyes? നിങ്ങൾ ഫിക്സ് ചെയ്യേണ്ടത് ഇറ്റേണലായ തിങ്സിലാണ്. മറ്റൊന്നും കാണണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ ഐ ഫിക്സ് ചെയ്യേണ്ടത് നിത്യമായ റിയാലിറ്റികളിലാണ്. അങ്ങനെ എന്തോ സംഭവിക്കുന്നത്? ഈ ഇളക്കങ്ങൾ നമ്മളെ കാര്യമായ വിധത്തിൽ ഈ ഷോക്കുകൾ നമ്മളൊരു ഷോക്ക് അബ്സോർബറായി തീരുകയാണ്. നമുക്ക് ആ ഇളക്കങ്ങൾ നമ്മളെ ഷോക്ക് അബ്സോർബറിന്റെ ഗുണം ചെയ്യുകയാണ്. നമ്മളെ അത് ബാധിക്കാതെ വണ്ണം അതിൻ്റെ നടുവിലൂടെ ഒരു അതിജീവനത്തിന്റെ ആത്മാവിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളാൽ ത്വരിതഗതിയിൽ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമായി ഈ സത്യങ്ങൾ ഇരിക്കട്ടെ എന്ന പ്രാർത്ഥന ഞാൻ നമ്മുടെ ഓരോരുത്തർക്ക് വേണ്ടിയും ഞാൻ മുമ്പിൽ വയ്ക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ആത്മീയ ചിന്തകളാൽ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അന്യോന്യവും ധൈര്യപ്പെടുത്താൻ, കൺഫ്യൂഷന്റെ നടുവിൽ ഒരു ക്ലാരിറ്റിയിലേക്ക് ദൈവജനം നടക്കാൻ ഈ വചനം നിമിത്തം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് താൽക്കാലികമായി ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. എത്രയാനന്ദമേ ജീവിതം, ഭീതി തെല്ലുമില്ല ജീവിതം. കാവലിനായി തൻ്റെ ദൂതരൻ്റെ ചുറ്റും ജാഗരിക്കുന്നെപ്പോഴും. പാടുമെൻ ജീവിതനാളമെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിതകാലമെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. മാറാത്തവൻ, വാക്കുമാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാൾ